സൂറത്തുൽ കഹ്ഫ് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. 26 ആയത്തുകളെ നമ്മൾ വിശദീകരിച്ചു. 27ാമത്തെ ആയത്ത് മുതൽ 31ാമത്തെ ആയത്ത് വരെയാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ കാലഘട്ടത്തിലെ ആളുകൾ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി വിശുദ്ധ ഖുർആൻ തങ്ങൾക്ക് പറഞ്ഞുകൊടുത്തു. ഇനിയുള്ള ആയത്തിറങ്ങാൻ ചില പശ്ചാത്തലങ്ങളുണ്ട്. ആയത്തിറങ്ങാനുള്ള കാരണം കൂടെ വിശദീകരിക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പഴയകാലം മുതലേ കേട്ടുകേൾവിയുള്ള അസ്ഹാബുൽ കഹ്ഫിന്റെ കഥയാണ് അവിടെയുള്ള ആളുകൾ ചോദിച്ചത്. കേട്ടുകേൾവിയുള്ള കഥയാകുമ്പോൾ പല അഭിപ്രായങ്ങളും ഉണ്ടാവും, അല്ലേ? ഒരാള് യഥാർത്ഥത്തിൽ പറഞ്ഞ കാര്യമല്ല കേട്ട ആള് മറ്റൊരാളോട് പറയുമ്പോൾ അവതരിപ്പിക്കുന്നത്. അയാൾ വേറൊരാളോട് അവതരിപ്പിക്കുമ്പോൾ അങ്ങനെയല്ല. ചിലപ്പോൾ അതിൽ കുറെ വെള്ളം ചേർക്കും, അതിൽ കുറവോ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണല്ലോ. അപ്പൊ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മുമ്പേ കേട്ടുകേൾവിയുള്ള ഒരു കഥയാണ്. അതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്നാണ് അവിടെയുള്ള ആളുകൾ ചോദിച്ചത്. ആ കഥ മുഹമ്മദ് നബിക്ക് അറിയുമോ എന്നാണ് ചോദിച്ചത്. അപ്പോഴാണ് അല്ലാഹു തആല ആ കഥയുടെ യഥാർത്ഥ രൂപം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞിരുന്നു, അന്ന് നാട്ടുനടപ്പിൽ അവിടെ കേട്ടുകേൾവി അനുസരിച്ച് പല ആളുകളും 3 ആളുകളും അവരുടെ കൂടെ 4ാമത് നായയുമാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പല ആളുകളും പറഞ്ഞു. അപ്പൊ അവസാനം ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചു കൊടുത്തപ്പോ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മുശ്രിക്കീങ്ങളിൽ നിന്നുള്ള തറവാടികളായ ആളുകൾ, മക്കക്കാരായ നല്ല തറവാടിത്തമുള്ള VIP-കളായ ആളുകൾ, പേരുകേട്ട കൊലകൊമ്പന്മാരായ ആളുകൾ, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. എന്തിനാണ് അവർ വരുന്നത്? വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ്, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു, നിങ്ങളെ ഖുർആൻ അവതരിപ്പിച്ചത് ഞങ്ങൾ കേട്ടു. ഞങ്ങൾ ഇനി നിങ്ങളെ കൂടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ, വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്താണ് ആ ഡിമാൻഡ്? നിങ്ങളുടെ കൂടെ ഈ കുറെ ലോക്കൽ ആളുകളുണ്ട്, കുറെ സാമ്പത്തില്ലാത്ത അടിമച്ചന്തയിൽ നിന്ന് വന്ന ബിലാലിനെ പോലെ, അമ്മാറിനെ പോലെ, സുഹൈബിനെ പോലെ, സൽമാനെ പോലെ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. അതൊക്കെ ലോക്കൽ ആളുകളാണ്. ഞങ്ങളെപ്പോലെയുള്ള ഈ വലിയ വലിയ ധീരന്മാരും വമ്പന്മാരും കൊമ്പന്മാരുമായ ഞങ്ങളെപ്പോലെ ഈ മക്കയിലെ പേരുകേട്ട ആളുകൾ, അവരോടൊന്നിച്ചിരിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. അത് ഞങ്ങൾക്ക് കുറച്ച് കുറവുണ്ട്. അതുകൊണ്ട് അവരെ ഒന്നങ്ങ് മാറ്റി നിർത്തിയേക്ക്. എന്നാൽ ഞങ്ങള് മുഹമ്മദ് നിങ്ങളുടെ കൂടെ കൂടാ. മക്കക്കാരുടെ കൊലകൊമ്പന്മാരുടെ വർത്തമാനമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിന്തിച്ചു, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ, അങ്ങനെ ഇനിയിപ്പോ ഒരാളെ, കുറച്ച് പാവപ്പെട്ട ആളുകളെ, ഈ ഫക്കീറന്മാരെ, ഇവരെ അങ്ങ് മാറ്റി നിർത്തിയാൽ, ഈ കൊലകൊമ്പന്മാരെ ദീനിലേക്ക് ഒന്ന് കൂടെ ഇരുത്തിയാൽ കിട്ടുമോ? അവരെ ദീനിലേക്ക് കിട്ടിയാൽ വലിയ കാര്യമാണല്ലോ എന്ന് ആലോചിക്കാൻ ഒരുങ്ങുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ ബാക്കിയുള്ള ഭാഗങ്ങൾ ഈ ആയത്തിൽ പറയുന്നത്. അപ്പൊ അവര് വന്നിട്ട് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്? നിങ്ങളുടെ കൂടെയുള്ള ഈ ഫക്കീറന്മാരായ ആളുകൾ, ഇൻ അറത്തു അൻ നുഅ്മിന ബിക, നിങ്ങളെ വിശ്വസിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ എന്ത് വേണം? ഫത്റുദ് മിൻ ഇൻദിക ഹൗലാഇൽ ഫുഖറാ, ഈ ഫക്കീറന്മാരായ പാവപ്പെട്ട ആളുകളെ നിങ്ങളങ്ങ് മാറ്റിയേക്കണം, ഒഴിവാക്കണം. എന്നാൽ അവരെ ഒഴിവാക്കിയാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇരിക്കാം. ഇങ്ങനെ ചർച്ച നടക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ വരുന്നു. വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക ലാ മുബദ്ദില ലികലിമാതിഹി
വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദാ. നബിയെ, ആളുകൾക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട്, പല കേട്ടുകേൾവികളുണ്ട്. അവരുടെ വാക്ക് കേട്ട് അങ്ങേക്ക് നമ്മൾ ഇറക്കിത്തന്ന ഖുർആനിൽ മാറ്റം മറിഞ്ഞ ഒന്നും തന്നെ അഭിപ്രായം പറയേണ്ട. വത്ലു, നബിയെ, നിങ്ങൾ നമ്മൾ ഇറക്കിത്തന്ന ഖുർആൻ വത്ലു, ആ ഖുർആൻ ഓതി കേൾപ്പിക്കണം. അല്ലെങ്കിൽ അത് വെച്ച് നിങ്ങൾ അമൽ ചെയ്യണം, ഖുർആൻ പറഞ്ഞതുപോലെ ചെയ്യണം. എന്താണ്? മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക, അങ്ങേക്ക് വഹിയായി കൊണ്ട് ഇറക്കിത്തന്ന ഈ വിശുദ്ധ ഖുർആൻ, അങ്ങയുടെ റബ്ബിൽ നിന്ന് ഇറക്കിത്തന്ന ഖുർആൻ കൃത്യമായി അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ എന്താണെന്ന് പറഞ്ഞു തന്നു. ലാ മുബദ്ദില ലികലിമാതിഹി, ഇനി അതിലൊരു ഭേദം വരുത്തേണ്ടതില്ല. ഒരാളുടെ വാക്ക് കേട്ടിട്ടും തങ്ങളെ അതിൽ മാറ്റത്തിരുത്തലുകളില്ല. ഖുർആൻ ഇറങ്ങിയിട്ട് കുറെ വർഷങ്ങളായി, ഇന്ന് വരെ ഖുർആനിൽ ഒരു മാറ്റത്തിരുത്തലും വന്നിട്ടില്ല. ലാ മുബദ്ദില ലികലിമാതിഹി, കാരണം ഇത് ദൈവികമായ വചനങ്ങളാണ്. കേവലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കല്ല, ദൈവികമായ വചനമാണ്, കലാമാണ് ഖുർആൻ. അല്ലാഹുവിന്റെ കലാം തിരുത്തേണ്ടതില്ല. അതാണ് അല്ലാഹ് പറഞ്ഞത്, വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക, നബിയെ, അങ്ങയുടെ റബ്ബ് അങ്ങേക്ക് വഹയായി അറിയിച്ചു തന്നിട്ടുണ്ട്, അതങ്ങ് ഓതി കേൾപ്പിച്ചാൽ മതി നബിയെ. ലാ മുബദ്ദില ലികലിമാതിഹി, അതിൽ വേറെ ഒരു മാറ്റവും വരുത്തേണ്ടതില്ല. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ, നാട്ടുകാരുടെ വർത്തമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാറ്റവും വരുത്തേണ്ടതില്ല നബിയേ. വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദാ, വേറെ അല്ലാഹുവല്ലാതെ നബിയെ അങ്ങേക്ക് വേറെ ഒരാളെയും അഭയകേന്ദ്രമായി എത്തിക്കുകയുമില്ല. അതുകൊണ്ട് നാട്ടിലെ കൊമ്പന്മാരായാലും വമ്പന്മാരായാലും ആര് പറയുകയാണെങ്കിലും അങ്ങ് വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ച് അതിൽ ഉറച്ചു നിൽക്കണം. എന്നിട്ട് ആ സാഹചര്യത്തിലാണ് ഇവരെല്ലാം വന്നിട്ട് നബി തങ്ങളോട് ഒരു അപേക്ഷ വെക്കുന്നത്, നിങ്ങൾ ഫുഖറാക്കളെ, പാവപ്പെട്ടവരെ ഒഴിവാക്കണം. ആ പാവപ്പെട്ടവരിൽ ആരൊക്കെയാണ്? നേരത്തെ പറഞ്ഞ സ്വഹാബത്ത്. ഒരു അഭിപ്രായ പ്രകാരം മഹാന്മാരായ സുഫത്തിന്റെ അഹ്ലുകാരാണെന്ന് തഫ്സീറിൽ പറയുന്നത് കാണാം. സുഫത്തിന്റെ അഹ്ലുകാരെന്ന് പറഞ്ഞാൽ മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുറ്റിയും പറ്റിയും ദറസ് പഠിച്ചിരുന്ന മുതഅല്ലിമീങ്ങളായ സ്വഹാബത്ത്, 700-ലധികം വരുന്ന സ്വഹാബത്തുണ്ടായിരുന്നു എന്ന് തഫ്സീറിൽ കാണാം. അവര് ഭക്ഷണത്തിന്റെ സമയമാകുമ്പോ പണമുള്ള സമ്പത്തുള്ള സ്വഹാബികൾ അവരവരുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് കൊണ്ടുപോകും. അങ്ങനെ മദീനത്തെ പള്ളിയിൽ പാവപ്പെട്ട ഫഖീറന്മാരായി തങ്ങളുടെ കൂടെ ഇരിക്കുന്ന സുഫത്തിന്റെ അഹ്ലുകാർ, അവരെ എല്ലാം അങ്ങ് മാറ്റണം, അവരെ കൂട്ടത്തിലൊന്നും ഞങ്ങൾ വന്നിരിക്കൂല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുർആൻ പറയുന്നത്, നബിയേ വസ്ബിർ നഫ്സക, അല്ലാഹുവിന്റെ വർത്തമാനം. നബിയെ, ആ മുതലാളിമാരെ ഇങ്ങോട്ട് കിട്ടിയാൽ ദീനിന് ഒരുപാട് ഉപകാരം ഉണ്ടാകും. ഈ ഫഖീർമാരായ ഈ സ്വഹാബത്ത് ദീനിൽ ഉറച്ചവരാണ്, ഇനി അവര് മാറൂല. അതുകൊണ്ട് അവര് അല്പം അങ്ങോട്ട് മാറ്റി നിർത്തി, കുറച്ച് ദിവസത്തേക്ക് അവരോട് പറഞ്ഞങ്ങ് മാറ്റി നിർത്തിയിട്ട് ഈ കൊലകൊമ്പന്മാരെ ഒന്ന് കൂടെ പിടിച്ച് അവരുടെ മെയിൻ്റൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് നന്നാക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുമ്പോഴേക്ക് വസ്ബിർ നഫ്സക, അല്ലാഹുവിന്റെ പ്രഖ്യാപനം നബിയേ, വേണ്ട വേണ്ട. വസ്ബിർ നഫ്സക, നബിയെ, അങ്ങയുടെ ശരീരത്തെ അങ്ങ് പിടിച്ച് കെട്ടിയിട്ടേക്കണം, അവിടെ ബന്ധിക്കണം. ആരുടെ കൂടെ? മഅല്ലദീന യദ്ഊന റബ്ബഹും, ആരുടെ കൂടെയാണ്? എല്ലാ സമയത്തും അല്ലാഹുവിനോട്, അല്ലാഹുവിന് ഇബാദത്ത് എടുക്കുന്ന ബിൽ ഗദാത്തി വൽ അശീ,
അതാ രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലും പകലിലും ഫുൾ ടൈം ഡേ ആൻഡ് നൈറ്റ് 24 hours അല്ലാഹ് എന്ന വിചാരം വെച്ച് അങ്ങയുടെ കൂടെയുള്ള സ്വഹാബത്തിനോടൊന്നിച്ച് അങ്ങയുടെ ശരീരത്തെ കെട്ടിയിടണം നബിയേ. മുതലാളിമാരെ കൂടെ പോകണ്ട, കൊമ്പന്മാരെ കൂടെ നിൽക്കാൻ നിൽക്കണ്ട. ഖുർആൻ പറഞ്ഞു വസ്ബിർ നഫ്സക, നബിയേ നല്ല പണമുള്ളവരെ കാണുമ്പോ, നല്ല സ്വാധീനമുള്ളവരെ കാണുമ്പോ എന്നും കൂടെ ഉണ്ടാകുന്ന പാപങ്ങളെ പരിഗണിക്കാതിരിക്കണ്ട. അല്ലേ? നേതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. വലിയ വലിയ VIPs വരുമ്പോൾ പാവപ്പെട്ടെന്നും കൂടെ ഉണ്ടാകുന്ന ആളുകളൊക്കെ തട്ടിമാറ്റി അവർക്ക് വഴിയൊരുക്കി കൊടുക്കും. അവരവഗണിക്കാൻ പാടില്ല, എന്നും അവരെ കൂടെ ഉണ്ടാകൂ. ഖുർആൻ തങ്ങളോട് പറഞ്ഞു വസ്ബിർ നഫ്സക, നബിയേ വേണ്ട, അങ്ങയുടെ ശരീരത്തെ ഈ പാവപ്പെട്ട ഈ സ്വഹാബത്തിനോട് ഒന്നിച്ചാണ് നിൽക്കേണ്ടത്. കാരണം ഒരു 24 hours അല്ലാഹുവിനെ ആരാധിക്കുന്നവരാണ്. യുരീദൂന വജ്ഹഹു, അല്ലാഹുവിന്റെ മുഖത്തെ ഉദ്ദേശിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റിള, അല്ലാഹുവിന്റെ തൃപ്തി ഉദ്ദേശിക്കുന്നവരാണ് ആ മഹാന്മാരായ സ്വഹാബാക്കൾ. അതുകൊണ്ട് നബി അങ്ങയുടെ ശരീരത്തെ ഈ സ്വഹാബത്തിനോടൊപ്പം തന്നെ നിർത്തണം. അവരങ്ങനെ അങ്ങ് കിട്ടാൻ പോകുന്നൊന്നുമില്ല. ഇതേ ആശയം അല്ലാഹു തആല വേറെ ഒരു സൂറത്തുൽ അൻആമിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. എന്താണ് ആ സൂറത്തിൽ അല്ലാഹു തആല പറഞ്ഞത്? ഫുഖറാക്കളോടൊന്നിച്ച് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു വലാ തത്റുദ് അൽ നബിയെ, ഒരിക്കലും അങ്ങയുടെ കൂടെ ഫുൾ ടൈം അല്ലാഹുവിന് വേണ്ടി ഇബാദത്തിനായി കൂടുന്ന സ്വഹാബത്തിനെ ഒഴിവാക്കാൻ പാടില്ല എന്നാണ് സൂറത്തുൽ അൻആമിൽ പറഞ്ഞത്. ഈ സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞത് വസ്ബിർ നഫ്സക, അങ്ങയുടെ മനസ്സ് അവരോടൊന്നിച്ച് തന്നെ വേണം. ഒരിക്കലും ചിന്ത പോലും മറ്റുള്ളവരിലേക്ക് ചാഞ്ഞു പോകരുത്. കാരണം യുരീദൂന വജ്ഹഹു, അല്ലാഹുവിന്റെ മുഖത്തെയാണ് അവരുദ്ദേശിക്കുന്നത്. എന്താണ് ഖുർആൻ അവിടെ അങ്ങനെ ഒരു ആലങ്കാരിക പ്രയോഗം കൊണ്ടുവന്നത്? മജാസായിട്ടാണ് വജ്ഹഹു എന്ന് അല്ലാഹു തആല പറഞ്ഞത്. എന്തിനാണ് മുഖത്തെ ഒരു ആലങ്കാരിക പ്രയോഗം? അല്ലാഹുവിന്റെ മുഖത്തെയാണ് അവരുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? അനിർറിളാ, അല്ലാഹുവിന്റെ തൃപ്തിയെയാണ് അവരുദ്ദേശിക്കുന്നത് എന്നാണ്. കാരണം ആ റിളയുണ്ട് എന്നുണ്ടെങ്കിൽ ഒരാളെ മുഖത്തത് പ്രത്യക്ഷമായി കാണാൻ പറ്റും. ഒരാൾക്ക് തൃപ്തിയുണ്ട് എന്നുണ്ടെങ്കിൽ, സന്തോഷമുണ്ട് എന്നുണ്ടെങ്കിൽ അയാളെ മുഖത്തത് നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റും. അതുകൊണ്ട് മുഖത്താണ് തൃപ്തി ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് കാണുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല മുഖത്തെ ഉദ്ദേശിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ സ്വഹാബത്ത് അങ്ങയുടെ കൂടെ നിൽക്കുന്നത് നബിയേ. അതുകൊണ്ട് വമ്പന്മാരുടെ കൂടെ ഇരിക്കാൻ വേണ്ടി പാവപ്പെട്ട കൂടെയുള്ള സ്വഹാബത്തിനെ മാറ്റി നിർത്തല്ലേ നബിയേ. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ് വലാ തഅദു ഐനാക അൻഹും, നബിയേ അങ്ങയുടെ കണ്ണ് അതാ ഈ പാവപ്പെട്ട സ്വഹാബത്തുകളിൽ നിന്ന് തിരിച്ചു കളയരുത് നബിയേ. കാരണം എന്താണെന്നറിയുമോ? അങ്ങയുടെ കൂടെ വരാൻ ഒരുങ്ങിയ വമ്പന്മാരില്ലേ, തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ, അവരുദ്ദേശിക്കുന്നത് ദുനിയാവിന്റെ സൗന്ദര്യമാണ്. അവരുടെ VIP സ്ഥാനം എന്നും നിലനിൽക്കണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പാവപ്പെട്ട സ്വഹാബത്തിനോടൊന്ന് ചിരിക്കൂല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നബിയേ വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ഖൽബില്ലാതെ ഗഫലാന്മാരായി പോയ ആളുകളെ വലാ തുതിഅ, നബിയെ അങ്ങ് പിന്തുടരരുത് കേട്ടോ. ആരാണ് വന്നത് എന്ന് ജലാലൈനി പറയാണ്. ഉയൈനത്ത് ബിനു ഹസൻ എന്നവരും അവരുടെ കൂട്ടുകാരെ കുറിച്ചാണ് പറഞ്ഞത്. വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു,
ഖൽബ് അശ്രദ്ധമായി പോയ ആളുകളെ അങ്ങ് പിന്തുടരരുത് നബിയെ. എന്തിനെ തൊട്ടാണ് അശ്രദ്ധമായി പോയത്? അൻ ദിക്രിനാ, നമ്മെ കുറിച്ച് അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തയെ, വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് അശ്രദ്ധവാന്മാരായി പോയ, ദുനിയാവിന്റെ സുഖത്തെയും ആഡംബരത്തെയും മനസ്സിലാക്കിയ ഒരു വിഭാഗം ആളുകളാണ്. അവരെ നബിയെ അങ്ങ് പിന്തുടരരുത്. അവരെങ്ങനെയുള്ള ആളുകളാണ്? അവരവരുടെ ശരീരത്തിന്റെ താല്പര്യങ്ങളെ പിന്തുടരുന്ന ആളുകളാണ്. ശിർക്കിലേക്ക് പോയവരാണ്. അതുകൊണ്ട് അവർക്ക് വഴിപ്പെട്ടു കൊടുക്കരുത് നബിയേ. വക്കാന അംറുഹു ഫുർത്താ, അവരുടെ കാര്യം പരിധി വിട്ടതാണ്, ഇസ്റാഫാൻ. അതുകൊണ്ട് ഒരിക്കലും ആ വമ്പന്മാരെ വിചാരിച്ച് പാവപ്പെട്ട സ്വഹാബത്തിനെ, സുഫത്തിന്റെ അഹ്ലുകാരെ, ബിലാൽ ഇബ്നു റവാഹ തങ്ങളെ, സൽമാനുൽ ഫാരിസി തങ്ങളെ, സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ, അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള നല്ല നല്ല മുഅ്മിനീങ്ങളെ ഒരിക്കലും അങ്ങ് വിട്ടേക്കരുത് നബിയേ. എന്നിട്ട് അല്ലാഹു പറയാണ്, അതാ ഇനി ഒന്നുകൂടെ പറഞ്ഞോളൂ നബിയേ. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, നബിയെ അങ്ങനെ പറയണം. ഈ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇവിടെ പറ്റൂല, തുറന്നങ്ങ് പറഞ്ഞേക്കണം. ഹഖ് പറയാൻ എന്തിനാണ് ഒരാളെ പേടിക്കുന്നത് നബിയെ? അതിന്റെ ആവശ്യമില്ലല്ലോ. ഹഖ് പറയാൻ ഒരിക്കലും പേടിക്കേണ്ടതില്ല. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, അങ്ങയുടെ റബ്ബിന്റെ അടുക്കൽ നിന്ന് വന്ന ആ സത്യം നബിയെ ഖുർആൻ തുറന്നു പറയണം. എന്താണ് പറയേണ്ടത്? ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വേണ്ട എങ്കിൽ മാറ്റിവെക്കാം. എത്ര ഓപ്പൺ ആയിട്ടാ പറയുന്നത്. ഫമൻ ശാഅ, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, വേണമെങ്കിൽ. ഇതാണ് ഇവിടുത്തെ നിലപാട്. ഇവിടെ പാവങ്ങളുണ്ടാകും, പണക്കാരുണ്ടാകും, സ്വാധീനമുള്ളവരുണ്ടാകും, എല്ലാ ടീമും ഉണ്ടാകും. ഇതിൽ നിങ്ങൾക്ക് ഒത്തുപോകാൻ കഴിയുമോ? ഫമൻ ശാഅ ഫൽയുമിൻ, വേണമെങ്കിൽ വിശ്വസിച്ചോളൂ. അല്ല, നിങ്ങൾക്ക് അതിനോട് അങ്ങനെ യോജിച്ചു പോകാൻ പറ്റൂല എന്നാണോ? ദീനിന്റെ നിയമം ഇവിടെ മാറ്റാൻ തയ്യാറല്ല. വമൻ ശാഅ ഫൽയക്ഫുർ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിശ്വസിച്ച് പോയിക്കോ. അള്ളാഹുവിന്റെ ദീനിന്റെ തെളിവുകളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം വേണമെന്ന് പറഞ്ഞു, കൃത്യവും വ്യക്തവുമായി അതിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും ഡിമാൻഡുകളാണെങ്കിൽ പറ്റുമെങ്കിൽ കൊണ്ടോ, കൊള്ളണമെങ്കിൽ കൊണ്ടോ, തള്ളണമെങ്കിൽ തള്ളിക്കോ. അതാണ് ഖുർആൻ പറഞ്ഞത്. കൊള്ളണമെങ്കിൽ കൊള്ളാം, അല്ല തള്ളണമെങ്കിൽ തള്ളാം. വ്യക്തമാണ് നിലപാട് എന്ന് ഖുർആൻ പറഞ്ഞു. എന്നിട്ട് അവരോടൊന്നുകൂടെ പറയുകയാണ്, ഇന്നാ അഅ്തദ്നാ ലിൽളാലിമീന, നബിയെ ഒന്നുകൂടെ അവരോട് പറയണം, വേണമെങ്കിൽ വിശ്വസിച്ചോളൂ, അല്ല നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ തള്ളിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്നാ അഅ്തദ്നാ ലിൽളാലിമീന, ഐ കാഫിരീന, കാഫിരീങ്ങൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നബിയേ, നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ, ഒരു നരകം തയ്യാറാക്കിയിട്ടുണ്ട്. ആ നരകം എങ്ങനെയുള്ള നരകമാണ്? അഹാത ബിഹിം സുറാദിഖുഹാ, ആ നരകത്തിന്റെ തീയെ അത് വലയം ചെയ്യുന്നുണ്ട്. അത് ഈ മനുഷ്യരെ വലയം ചെയ്യുന്നതാണ്. അതേ, ആ നരകത്തിന്റെ തീ ഒരു ടെന്റ് പോലെ, ഖൈമ പോലെ, കൂടാരം പോലെയായി നമ്മുടെ മുകളിൽ ഈ മേൽക്കൂര വന്ന് നിൽക്കുന്നത് പോലെ തീ ഇങ്ങനെ കത്തിയിട്ട് മേൽക്കൂരയായി വലയം ചെയ്യും നബിയേ. ഇന്ന അഅ്തദിനാ, അത് വിശ്വസിക്കാത്തവർക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിയ നരകമാണ് നബിയേ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വഇയസ്തഗീതു യുഗാസു ബിമാഇൻ, നബിയെ ഇനി ആ തീയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അവർ വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന വെള്ളം ഏതാണെന്നറിയുമോ? കൽ മുഹ്ലി യശ്വിൽ വുജൂഹ്. അല്ലാഹ്, കൽ മുഹ്ലി. ഖുർആൻ പറഞ്ഞ ശൈലി നോക്കൂ നിങ്ങൾ. എന്താണ് മുഹൽ എന്ന് പറഞ്ഞാൽ? എന്താ? മുഹൽ എന്ന് പറഞ്ഞാൽ, മുഹൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഹൽ എന്ന് പറഞ്ഞാൽ, 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 മുഹൽ എന്ന് പറഞ്ഞാൽ,
എണ്ണ നമ്മളൊരു പാത്രത്തിൽ ഇങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് കുറെ കാലം ഇങ്ങനെ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ താഴ്ഭാഗത്ത് ഒരു സാധനം വന്നിങ്ങനെ അടിഞ്ഞു നിൽക്കും അല്ലെ. എണ്ണ ആട്ടി കൊണ്ടുവന്നാൽ, തേങ്ങ ആട്ടിയ ഉടനെയൊക്കെ എണ്ണ ഊറി നിൽക്കാൻ വേണ്ടി വെക്കൂലേ, അതിന് താഴ്ഭാഗത്ത് ഇവിടെ എന്താണ് അതിന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ചെറിയ കുട്ടികളെ ശരീരത്തിലൊക്കെ തേച്ചു കൊടുക്കും, ചെറിയ കുട്ടികളെ ശരീരത്തിലൊക്കെ എണ്ണ കായമോ എന്താ പറയാ, അതായത് വളരെ, എന്നാൽ എണ്ണ അത്ര ലൂസും അല്ലെന്ന് അത്ര ടൈറ്റും അല്ല, അങ്ങനെ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം. ഈ സംഭവത്തിനാണ് മുഹിൽ എന്ന് പറയുന്നത്. അല്ലാഹു തആല ഉപമിച്ചത് അതിനോടാ. നിങ്ങൾ നോക്കൂ, അങ്ങനെ ചൂടായി നിൽക്കുന്ന നരകത്തിൽ നിന്ന് കൽ മുഹിൽ, എണ്ണയുടെ താഴ്ഭാഗത്ത് ഊറി നിൽക്കുന്ന, എന്നാൽ ലൂസുമല്ല എന്നാൽ ടൈറ്റുമല്ല, ടാറ് പോലെയുള്ള ഒരു ദ്രാവകം, അതാണ് നിങ്ങൾക്ക് കുടിക്കാൻ തരുന്നത്. ചോദിക്കട്ടെ, നല്ല തിളച്ച വെള്ളം നമ്മുടെ കയ്യിലേക്ക് ഒഴിച്ചാൽ ആ വെള്ളം ചൂടുണ്ടെന്നറിഞ്ഞാൽ അത് കുടഞ്ഞാൽ അങ്ങ് ചാടിപ്പോകും. ടാറ്, നല്ല ചൂടുള്ള ടാറ് നമ്മുടെ കയ്യിലേക്ക് ഇറ്റി വീണാൽ അത് കുടഞ്ഞാലും പോകൂല. അതിന്റെ ചൂടിൽ നമ്മൾ ഇങ്ങനെ പിടയുകയല്ലാതെ, വെച്ച് തട്ടിയാൽ ആ ടാറവിടെ പരന്നു പോകുമെന്നല്ലാതെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹു നരകത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വെള്ളം ചോദിക്കുമ്പോ അങ്ങോട്ട് കൊടുക്കും. ഈ വെള്ളം ഒഴിച്ചതിന് ചൂടുണ്ടെന്നറിഞ്ഞാൽ നമുക്കത് തുപ്പിക്കളയാൻ പറ്റും. പക്ഷേ ഒരു ടാറ് പോലെയുള്ള ടൈറ്റായി കിടക്കുന്ന ഒരു സാധനം അതൊഴിച്ചാൽ അങ്ങ് ഒട്ടിപ്പിടിക്കും. ആ ചൂടാറുന്നത് വരെ ആ ചൂട് നമ്മൾ സഹിച്ച് പിടയണം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഖുർആൻ പറയുകയാണ്, ഇന്നാ അഅ്തദ്നാ ലിൽളാലിമീന, നബിയേ അതാ ശത്രുക്കൾക്ക് ഒരുക്കി വെച്ചതാണ്. യശ്വിൽ വുജൂഹ, അവരുടെ അതാ ആ പാനീയം അവർക്ക് കൊണ്ടുവരുമ്പോഴേക്ക് അവരുടെ മുഖങ്ങൾ ചൂട് കൊണ്ട് കരിഞ്ഞു പോകുന്നു. നബിയെ വായിലേക്ക് വെച്ചു കൊടുക്കണ്ട, ആ ചൂട് പിടിച്ച ആ ഒരു പാനീയം അവരുടെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് മുമ്പിലെത്തുമ്പോഴേക്ക് അതാ മുഖം കറുത്ത് കരിയായി പോകുന്നു. നബിയെ ബിഅസ ശറാബു വസാഅത മുർതഫഖാ, എത്ര മോശമാണ് ആ നരകവാസികളുടെ അഭയകേന്ദ്രം. വളരെ മോശമാണല്ലോ, പ്രയാസമാണല്ലോ. ഈ ഒരു പ്രയാസഘട്ടം പറഞ്ഞിട്ട് അല്ലാഹു തആല ഉടനെ വിശ്വസിച്ച ആളുകൾക്കുള്ള സന്തോഷവും പറഞ്ഞു കൊടുക്കുകയാണ്. സ്വർഗവാസികൾക്കുള്ള അനുഭൂതികളെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, എന്നാൽ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളോ, അവർക്കുള്ള സമ്മാനം എന്താണ്? അല്ലാഹു തആല പറയുന്നു, ലാ നുളിഉ അജ്റ മൻ അഹ്സന അമലാ, ഒരാൾ സൽക്കർമ്മം ചെയ്തിട്ട് ലാ നുളിഉ, ഒരാളുടെ സൽക്കർമ്മത്തിന്റെ പ്രതിഫലത്തെയും നമ്മൾ പാഴാക്കി കളയില്ല. നബിയേ ഒരാളും ഭയപ്പെടണ്ട. ഖുർആൻ, ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾ വല്ലതും അല്ലാഹ് അറിയാതെ പോയിട്ടുണ്ടോ, എന്റെ കൂലി നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ചിന്തിക്കേണ്ടതില്ല. എത്ര കൃത്യമാണ് ഖുർആൻ. നോക്കൂ നിങ്ങൾ, ലാ നുളിഉ അജ്റ മൻ അഹ്സന അമല, സൽക്കർമ്മം ചെയ്തിട്ടുണ്ടോ എവിടെയും കൊഴിഞ്ഞു പോകൂല, അള്ളാന്റെ ഏടിൽ നിന്ന് മാഞ്ഞു പോകൂല, ഒരിക്കലും അത് മിസ്സായി പോകൂല. ലാ നുളിഉ അജ്റ മൻ അഹ്സന അമല, ഒരിക്കലും അത് പാഴാക്കി കളയില്ല നബിയെ. എന്നാൽ അല്ലാഹ് പറയുന്നു, ഉലൈക ലഹും ജന്നാത്തു അദ്നിൻ, അവർക്ക് ഒരുക്കി വെച്ചത് നിത്യമായ സ്വർഗമാണ്. ആ സ്വർഗത്തിലോ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ, അവരുടെ താഴ്ഭാഗത്തിലൂടെ നല്ല നദികൾ ഒഴുകുന്നുണ്ട്, അരുവികൾ ഒഴുകുന്നുണ്ട്. പാലിൻ്റെത് വേറെയുണ്ട്, തേനിൻ്റെത് വേറെയുണ്ട്. അങ്ങനെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ വിധത്തിലുള്ളതുമുണ്ട്. മനുഷ്യൻ ആഗ്രഹത്തിന്റെ പരിധിക്കപ്പുറമുള്ളതുമുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്നതും നമ്മൾ സങ്കല്പിക്കുന്നതും അതല്ല സ്വർഗം, അതിനേക്കാൾ അപ്പുറമുള്ളതും അവിടെയുണ്ട്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ യൽബസൂന സിയാബൻ ഖുളറൻ മിൻ സുന്ദുസിൻ വഇസ്തബറഖ്,
അല്ലാഹു തആല പറഞ്ഞു, അങ്ങനെ നല്ല അരുവികളുള്ള സ്വർഗം, ആ സ്വർഗത്തിൽ യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർഗത്തിനാലുള്ള നല്ല വളകളെ, സ്വർണത്തിനാലുള്ള നല്ല വളകളെ അവർക്ക് നമ്മൾ അണിയിച്ചു കൊടുക്കും നബിയേ. സ്വർണത്തിന്റെ ആഭരണങ്ങൾ, വളകൾ അണിയിച്ചു തരും. സ്വർണ്ണ ഹറാമല്ലേ? പുരുഷന്മാർക്ക് ഹറാമല്ലേ? സ്വർഗത്തിൽ അതൊന്നുമില്ല. ഇവിടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. സ്വർഗത്തിലെത്തിയാൽ നിങ്ങൾക്ക് നല്ല സ്വർണത്തിന്റെ വളകൾ അല്ലാഹു തആല ധരിപ്പിച്ചു തരും. മാത്രമല്ല, ആ സ്വർണത്തിന്റെ വളകൾ മാത്രമാണോ, വയൽബസൂന സിയാബൻ, നല്ല വസ്ത്രവും നിങ്ങൾക്ക് അവിടെ ധരിപ്പിക്കുന്നുണ്ട്. ഏതാണ് ആ വസ്ത്രം? ഖുളുറം മിൻ സുന്ദുസിൻ വ ഇസ്തബ്റഖിൻ, നല്ല പട്ടിനാലുള്ള, പച്ചപ്പട്ടിനാലുള്ള വസ്ത്രമാണ്. ആ പച്ചപ്പട്ടിനാലുള്ള വസ്ത്രം മിൻ സുന്ദുസിൻ വ ഇസ്തബ്റഖിൻ, നെറ്റ് പോലെ ശരീരത്തിന്റെ ഉൾഭാഗം കാണുന്ന വസ്ത്രമാണോ വേണ്ടത്? അതുണ്ട്. അല്ല നല്ല കട്ടിയുള്ള കോട്ടനാണോ വേണ്ടത്? അതുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കട്ടിയുള്ളതാണെങ്കിൽ അത്, അല്ലാത്തതാണെങ്കിൽ അത്. നല്ല പച്ചപ്പട്ട് സ്വർഗത്തിലുണ്ട് നബിയേ. അല്ലാഹു ആ സ്വർഗത്തിൽ നമ്മൾ എത്തിച്ചു തരട്ടെ. ഒരാൾ വന്നിട്ട് സ്വഹാബത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്ബിർനാ അൻ സിയാബിൽ ജന്ന, നബി സ്വർഗത്തിലെ വസ്ത്രത്തിനെ പറ്റി ഒന്ന് പറഞ്ഞു തരുമോ? സ്വർഗത്തിലുള്ള വസ്ത്രത്തിനെ പറ്റി എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അഖൽഖു യുഖ്ലഖു അം നസ്ജു യുൻസജു, അത് ഓൾറെഡി ഇപ്പൊ റെഡിമെയ്ഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, അതോ സ്വർഗത്തിലുള്ള വസ്ത്രം തയ്ക്കാൻ കൊടുത്തിട്ടേ ഉള്ളോ, അത് തുന്നൽ നടക്കുന്നേ ഉള്ളോ? നബിയെ, എന്താണ് ആ വസ്ത്രത്തിനെ പറ്റിയുള്ള അവസ്ഥ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. വന്ന് ആകെ തന്റെ ചോദ്യം കേട്ടപ്പോ ബാക്കി അവിടെ കേട്ടിരുന്നവരൊക്കെ ചിരിച്ചു. അങ്ങനത്തെ ചോദ്യമാണ്. സ്വർഗത്തിലെ വസ്ത്രം ഇപ്പൊ റെഡിമെയ്ഡ് ഓക്കെ ആണോ, അതോ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി ടൈലർ അടുത്ത് ഏൽപ്പിച്ചിട്ടേ ഉള്ളോ, തുന്നിക്കൊണ്ടിരിക്കുന്നുള്ളോ എന്ന് ചോദിച്ചു. സത്യം അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചോദിച്ചപ്പോൾ അവിടെ കേട്ടിരുന്ന ആളുകൾ അവര് കേട്ടിട്ട് ചിരിച്ചു. ഫഖാല ലഹും, അവരോട് പറഞ്ഞു, മിമ്മ തൽഹഖൂന മിൻ ജാഹിലിൻ യസ്അലു ആലിമൻ, ഒരു വിവരമുള്ള ആര് ചോദിക്കുമ്പോ കുറെ പൊട്ടന്മാരിരുന്ന് ചിരിക്കുക, കുറെ വിവരമില്ലാത്ത ആൾക്കാർ ആ മനുഷ്യനെ കളിയാക്കുന്നു, അങ്ങനെ കളിയാക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഫജലസ യസീറൻ ഔ ഖലീലൻ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുറച്ചു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഐന സായിലു അൻ സിയാബിൽ ജന്ന, എവിടെ ആ സ്വർഗത്തിന്റെ വസ്ത്രത്തിനെ പറ്റി ചോദിച്ച ആളെവിടെ, എവിടെ ആളെവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഫഖാല ഹാ ഹുവദാ യാ റസൂലല്ലാഹ്, ഹാ ഹുവദാ യാ റസൂലല്ലാഹ്, നബി അതാ ഞാൻ ഇവിടെ ഉണ്ട്. അതാണ് ശൈലി. ഹാ ഹുവദാ യാ റസൂലല്ലാഹ്, നബി അവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്, പോയിട്ടൊന്നുമില്ല, മറുപടി കിട്ടാനാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, സ്വർഗത്തിൽ അങ്ങനെ തയ്ക്കാൻ കൊടുക്കലല്ല, സ്വർഗത്തിൽ അങ്ങനെ റെഡിമെയ്ഡ് കൊണ്ടുപോയി മടക്കി വെക്കലല്ല. പിന്നെയോ സ്വർഗത്തിൽ എന്താണ്? ലാബൽ തശഖഖു അൻഹാ തമറുൽ ജന്ന, സ്വർഗത്തിൽ വേണ്ടത് വേണ്ട സമയത്ത് ഓട്ടോമാറ്റിക്കലി വരവാണ്. മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതിനെ വിശദീകരിക്കുന്നുണ്ട്. ദാറുൽ മുഅ്മിനി, സ്വർഗത്തിലെ വീട്, മുഅ്മിനിന്റെ വീട് എന്ന് പറഞ്ഞാൽ ദുർറത്തും മുജവ്വഫത്തുൻ, അതാ ആ വീട് മുത്തിനാലുള്ള, ഉള്ള പൊള്ളയായ മുത്തിനാലുള്ള വീടാണ്. അങ്ങനെ പറഞ്ഞാൽ ചുമരുകളൊക്കെ ഇങ്ങനെ പവിഴമായി മുത്തായി നിൽക്കുകയാണ്. ഉള്ളിലോ ആളുകൾക്ക് പ്രവേശിക്കാൻ പറ്റുന്ന രീതിയാണ്. എന്നാൽ ഫീ വസതിഹാ ശജറത്തുൻ, അതാ അതിന്റെ ആ വീടിന്റെ ഉള്ളിൽ നടുവിൽ ഒരു മരമുണ്ട്. ആ മരത്തിലോ തുംബിതുൽ ഹുലലാ, ആ മരത്തിന്റെ ചില്ലകളിൽ നിന്ന് വസ്ത്രങ്ങൾ വരുന്നുണ്ട്. മരത്തിൽ പഴങ്ങൾ ഉണ്ടാകുന്നത് പോലെ വസ്ത്രങ്ങൾ ഇങ്ങനെ ഉത്ഭവിച്ച് ഉണ്ടായി വരുന്നുണ്ട്. അബൂ ഹുറൈറ തങ്ങൾ വിശദീകരിക്കുകയാണ്, നിനക്കത് വേണമെന്ന് വിചാരിച്ച് നിന്റെ വിരൽ കൊണ്ടത് എടുക്കാൻ പോയാൽ
70 ഹുല്ലതൻ 70 ഡ്രസ്സുകളുടെ ജോഡി നിനക്ക് ഒരൊറ്റ പിടുത്തത്തിൽ കിട്ടും. അതുകൊണ്ട് അവിടെ റെഡിമെയ്ഡ് സ്റ്റോക്ക് വെക്കേണ്ട ആവശ്യമില്ല, തയ്ക്കാൻ കൊടുത്തിട്ട് കിട്ടുന്ന ഡേറ്റ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നീ ഉദ്ദേശിച്ചിട്ട് ആ സ്വർഗത്തിലെ മരത്തിൽ നിന്റെ കൈ കൊണ്ടങ്ങ് പിടിച്ചാൽ ഒരൊറ്റ പിടിയിൽ തന്നെ 70 ജോഡി വസ്ത്രം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനായ ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. മുഅ്മിനീങ്ങളെ, അങ്ങനത്തെ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് വേണ്ട വസ്ത്രം പച്ചപ്പട്ട്. പട്ട് ഇവിടെ പുരുഷന്മാർക്ക് ഹറാമാണെങ്കിലും സ്വർഗത്തിൽ പട്ട് ഹറാമല്ല, സ്വർണം ഹറാമല്ല, എല്ലാം അനുവദനീയം. അതുകൊണ്ട് പട്ടിനാലുള്ള നല്ല വസ്ത്രം നിങ്ങൾക്ക് ലഭ്യമാണ്. എന്നിട്ട് പറഞ്ഞു, മുത്തഖീന ഫീഹാ അലൽ അറായിക്. അതാ അവര് ആ സ്വർഗത്തിൽ ഇങ്ങനെ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടിയിട്ട് അവര് ചാരുകസേരകളിൽ ഇരിക്കുകയാണ്. നിഅമത് സവാബു വഹസുനത് മുർതഫഖാ. എത്ര സന്തോഷമുള്ള അഭയകേന്ദ്രമാണ് സ്വർഗം. ചാരുകസേരയിൽ ആടിയുല്ലസിക്കാൻ, ഊഞ്ഞാല് പോലെ ആടാൻ. എന്നാൽ കട്ടിലല്ല, എന്നാൽ സോഫയുമല്ല, ചാരി കിടന്നുല്ലസിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ അവർക്ക് അല്ലാഹ് സ്വർഗത്തിൽ നൽകുന്നുണ്ട് നബിയേ. അതുകൊണ്ട് ഈ രണ്ട് വിവരവും, നരകത്തിലുള്ള അദാബുകളെയും സ്വർഗത്തിന്റെ ഗുണത്തെയും ഈ വരുന്ന കൊമ്പന്മാർക്ക് പറഞ്ഞു കൊടുക്കണം നബിയേ. അൽ കഹ്ഫിനെ കുറിച്ച് ഡൗട്ടടിച്ച് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ ഉറച്ച നിലപാട് അല്ലാഹു തആല ഖുർആനിൽ അങ്ങ് പറഞ്ഞു കൊടുത്തു. അല്ലാഹു തആല നല്ല മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ആ സ്വർഗത്തിന്റെ അവകാശികളിൽ അല്ലാഹു നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും നമ്മളെ സ്നേഹിച്ച ഇഷ്ടജനങ്ങൾ സഹായിച്ചു